ഫ്രണ്ട് പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തിയുടെ ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ആണിത്. ഗോൾഡൻ കട്ട് ബീഡ്സ്, വൈറ്റ് ഷുഗർ ബീഡ്സ്, പിങ്ക് സീക്വൻസ്, പിന്നെ യെല്ലോ സീക്വൻസ് ആണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് ഇതുപോലെ ആങ്കറിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട്. 1315 എന്നാണ് നമ്പറാണ് കേട്ടോ. ഇതിൽ പല കളർ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഒരു റെഡ് ഷെയ്ഡും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. 046 എന്നാണ് കേട്ടോ അതിൻ്റെ നമ്പർ വരുന്നത്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന യോക്കിൻ്റെ പാറ്റേൺ. ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് വരുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു സ്റ്റെം പോർഷനിലൂടെയാണ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നീഡിൽ ഇവിടുന്ന് എടുക്കുവാണ്. എന്നിട്ടൊരു കട്ട് ബീഡ് എടുത്തിട്ട് ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റെം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് ഈ ഒരു രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റെമ്മും ചെയ്യുന്നുണ്ട്. ആ ഒരു ലീഫ് പോലെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഈ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ എല്ലാം ലിങ്ക് വീഡിയോയുടെ അഫിലിയേറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണേ. ഇപ്പോൾ നമ്മൾ ലീഫിൻ്റെ ഔട്ടറിലൂടെയും കട്ട് ബീഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻസൈഡ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇവിടെ നിന്ന് നീഡിലെടുക്കുവാണ്. എന്നിട്ട് ആ നീഡിലേക്ക് ഒരു 4 വൈറ്റ് ഷുഗർ ബീഡ്സ് എടുക്കുവാണ്. എന്നിട്ട് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ലീഫിൻ്റെ ഷേപ്പ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് വേണം ഷുഗർ ബീഡ്സ് എടുക്കാനായിട്ട്. ചിലപ്പോൾ ഒരു 3 എണ്ണം മതിയാവും, ചിലപ്പോൾ 4 എണ്ണം വേണ്ടി വരും. അപ്പോൾ ലീഫ് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല, പല സൈസിലായിരിക്കുമല്ലോ ലീഫ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്തെടുക്കണം. ഇനി ഈ മൾട്ടി കളറിലുള്ള ത്രെഡാണ് നോട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫ്ലവറാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നീഡിൽ ഇവിടെ നിന്ന് എടുക്കുവാണ്. എടുത്തിട്ട് പെറ്റലിൻ്റെ ബോർഡർ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു രീതിയിൽ നീഡിൽ കുത്തി എടുത്തിട്ട് ആ ത്രെഡ് നീഡിലിൻ്റെ അടിയിലൂടെ ഇതുപോലെ പിടിച്ച ശേഷം നീഡിൽ വലിച്ചു കൊടുക്കുകയാണ്. ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അത് ഈ രീതിയിൽ നമുക്ക് ആ പെറ്റലൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഓരോ പെറ്റലും ആയിട്ട് വേണം ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഏത് രീതിയിലാണ് ആ പെറ്റൽസ് ഫില്ല് ചെയ്യുന്നതെന്ന്. ഈ ഫ്ലവർ വർക്കൊക്കെ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്രെവൽ നീഡിൽ 5 ആണ് കേട്ടോ. നമുക്ക് ഓരോ സ്റ്റിച്ച് ചെയ്യുന്നതിന് ഓരോരോ നീഡിൽസാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയും ത്രെഡ് ഒരുമിച്ച് നമുക്ക് നീഡിലോട്ട് വരേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നീഡിൽ നമ്പർ 5 എടുത്തിരിക്കുന്നത്. ഇനി ആ ചെറിയ സർക്കിളിൽ ഞാൻ യെല്ലോ സീക്വൻസ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുവാണ്. പക്ഷേ ഇത് വെച്ചിട്ടൊരു ഭംഗിയില്ലാന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇതങ്ങ് റിമൂവ് ചെയ്യുവാണ്. നമുക്കിവിടെ വേറെ സീക്വൻസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്കിളിൽ നമുക്ക് പിങ്ക് സീക്വൻസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ നീഡിൽ ഇവിടെ നിന്ന് എടുക്കുവാണ്. എടുത്തിട്ട് ഒരു പിങ്ക് സീക്വൻസ് എടുത്തിട്ട് സർക്കിളിൻ്റെ ബോർഡറിലേക്ക് സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ എങ്ങനെയാണ് ഞാൻ ആ ഒരു സർക്കിൾ ഫില്ല് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഇനി ആ ഫ്ലവറിൻ്റെ നടുക്കായിട്ടൊരു പേളും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനി വേറൊരു ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് നമുക്ക് ആദ്യം ഒരു പേൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി റെഡ് ആങ്കർ ത്രെഡ് ഞാൻ നോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നീഡിൽ ഇവിടെ നിന്ന് എടുക്കുവാണ്. എന്നിട്ട് ത്രെഡ് ഇതുപോലെ പിടിച്ചിട്ട് നീഡിലേക്ക് 2 തവണ ഇതുപോലെ ചുറ്റിയ ശേഷം ഈ ഒരു രീതിയിലൊന്ന് നീഡിൽ താഴ്ത്തി കൊടുക്കുവാണ്. അപ്പം നമ്മളിവിടെ ഫ്രഞ്ച് നോട്ടും അല്ല ചെയ്യുന്നത്, എന്നാൽ റിംഗ് നോട്ടും അല്ല ചെയ്യുന്നത്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു നോട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ടൊന്നും പറയാൻ പറ്റില്ല, റിംഗ് നോട്ടൊന്നും പറയാൻ പറ്റില്ല.
ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സിൻ്റെ പെറ്റൽ ഈവൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം ഒരു റിംഗ് നോട്ട് അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ട് ഞാൻ ചെയ്ത് അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അടുത്തത് ചെയ്തത്. ഇനി ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഫില്ല് ചെയ്തെടുത്താൽ നമുക്ക് ഈവൻ ആയിട്ട് പെറ്റൽസ് കിട്ടുവേ. ഇനി ഡിസൈൻ ബാക്കി ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ പേൾസും സീക്വൻസും ഒക്കെ വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഫ്ലവറിൻ്റെ നടുക്ക് ഒരു സ്പേസ് വന്നിട്ടുണ്ട്, ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സ്റ്റോൺസ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ റാൻഡമായിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കുന്നത്.